വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് നെയ്യാറ്റിൻകര ഗോപന്റെ മകൻ സനന്ദനെതിരെ പരാതി. പൊതുപ്രവർത്തകനായ ആഷിഖ് തോന്നക്കലാണ് നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയത്. അങ്ങേരുടെ ആഗ്രഹപ്രകാരം മക്കൾക്ക് ഇത്തിരി അറിവ് കുറഞ്ഞു പോയി. അത് എന്നാലും അവര് സമാധി ഇരുത്തിയല്ലോ. ആണെങ്കിലും ഒരു സമാധി ഇരുത്തി നല്ല കാര്യം. പക്ഷെ മക്കൾക്ക് ഇച്ചിരി അറിവ് കുറഞ്ഞു പോയി. ഞാനല്ല പറയുന്നത്, സന്യാസിമാര് വരെ പറയുന്നതാണ്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് കുറച്ചു മുമ്പ് ഞാനിട്ടൊരു വീഡിയോ അടിയിൽ ഒരു കമന്റ് വന്ന് കിടക്കുന്ന കണ്ടു. അപ്പോ വേറൊന്നും കൊണ്ടല്ല ഞാനിന്ന് ഗോപൻ സ്വാമിയെ പറ്റി പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാൻ, പ്രത്യേകിച്ച് ഇന്ന് മറ്റേ ചുരണ്ടിപ്പോയൊന്നും പറയാനില്ലടേ. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ ഇന്ന് മഹാസമാധി നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ അതിനകത്തെ മറ്റേ തൊപ്പും തൊടിയും എല്ലാം കണ്ടുപിടിച്ച് കുറ്റം പറയാൻ ഇരുന്നു കഴിഞ്ഞാൽ അത് ചില ആളുകൾക്കെങ്കിലും ഞാൻ ഒരു പ്രത്യേക മതത്തെ മറ്റേ വ്രണപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന കണക്ക് തോന്നാം. അതുകൊണ്ടാണ് ഞാൻ ആവശ്യമില്ലാതെ ഇന്ന് ഒന്നും മിണ്ടണ്ട എന്ന് വിചാരിച്ചിരുന്നത്. കാരണം ഇന്ന് മറ്റേ എന്താണ് കുംഭമേളയ്ക്ക് അവിടെ പോയ കുറെ സ്വാമിമാരൊക്കെ വന്നിട്ടാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഒരു സമാധി കർമ്മങ്ങളൊക്കെ ചെയ്തത്. ഗോപൻ സ്വാമിയെ ഹിന്ദു പണ്ഡിതന്മാരായിട്ടുള്ള സ്വാമിമാര് വരെ വന്നിട്ട് വലിയ ഒരു വിശേഷപ്പെട്ട ഒരു പൂജയൊക്കെ നടത്തിയ ഒരു സമാധിയൊക്കെ ഇരുത്തിയ ദിവസം ഈ പാവപ്പെട്ട ഹിന്ദു വലിയ ഈ ഹിന്ദുപരമായ വലിയ പിടുത്തങ്ങളൊന്നും ഇല്ലാത്ത ഈ പാവപ്പെട്ട ഒരു കുഞ്ഞു ഹിന്ദു, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലടേ അതിനകത്ത്. അതുകൊണ്ടാണ് ഞാനൊന്നും എടുക്കാതിരുന്നത്, ഒന്നും റിയാക്ട് ചെയ്യാതിരുന്നത്. എന്നാൽ കുറച്ചു മുമ്പ് നമ്മുടെ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ കണ്ടു. അത് വേറൊന്നുമല്ല നമ്മുടെ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ സനന്ദൻ, അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു പേഴ്സ്പെക്റ്റീവ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്നിട്ടുള്ളത്. കാരണം അവര് സാധാരണക്കാരാണ്, വളരെ സാധാരണക്കാർ. ചിലപ്പം അധികം വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്തവരായിരിക്കാം. ചിലപ്പം മാധ്യമങ്ങളോട് ഇത്രയും പേര് ഒന്നിച്ചു വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് വിറച്ചു പോകും. അങ്ങനെയൊക്കെ ചിലപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ പോയതായിരിക്കാം. എന്നാൽ എന്തൊക്കെ നമ്മൾ പോട്ടെ എന്ന് വെച്ചാലും അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അടിച്ച ഒരു ഡയലോഗ്, അത് ഇന്ന് അവന് തന്നെ വിനയായിരിക്കുകയാണ്. അവനെതിരെ കേസ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവൻ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തതാണ്. ഈ മുസ്ലിങ്ങൾ വർഗീയ ആ ഒരു പരിപാടി ഇവൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് നമ്മൾ കണ്ടതായിരുന്നു. അതിനെതിരെ ഇപ്പൊ കേസ് വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടേ നിങ്ങൾ. വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് നെയ്യാറ്റിൻകര ഗോപന്റെ മകൻ സനന്ദനെതിരെ പരാതി. പൊതുപ്രവർത്തകനായ ആഷിഖ് തോന്നക്കലാണ് നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയത്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, വർഗീയ കലാപമുണ്ടാക്കാൻ സനന്ദൻ ശ്രമിച്ചുവെന്നാണ് പരാതി. എന്താണ് ഇതിന് ആധാരം? സൈഫുദ്ദീൻ, ഈ നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും വാർത്തകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ മാധ്യമങ്ങളിലൂടെ പലതവണ ഈ ഗോപന്റെ മകനായ സനന്ദൻ പറഞ്ഞത് ഈ മുസ്ലിം വർഗീയവാദികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവ ശ്രമമാണ് ഈ സനന്ദൻ നടത്തിയത് എന്നുള്ളതാണ് പരാതി ഉയർന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പൊതുപ്രവർത്തകനായ ആഷിഖ് തോന്നക്കൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ മതവിദ്വേഷം ഉണ്ടാക്കുക, വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കേസ് കൊടുത്ത ആളുടെ പേര് നിങ്ങൾ കേട്ടല്ലോ, ആഷിഖ്. ഇനിയിപ്പൊ നാളത്തേക്ക് അടുത്തൊരു വിവാദത്തിന് ഇത് മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് മതി. കേസ് കൊടുത്തിരിക്കുന്നത് ആഷിഖ്. അപ്പം അവിടുന്ന് ഒരു മതപരിപാടി അങ്ങനെ തന്നെ വരും നാളെ മിക്കവാറും. എന്തൊക്കെയാണെങ്കിലും നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഇപ്പോ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നമ്മൾ ന്യായീകരിച്ച അയാൾക്ക് വിദ്യാഭ്യാസമില്ല, അതിന്റെ പുറത്ത് അയാള് മണ്ടത്തരത്തില് പിന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോ ഒരു പേടിയുടെ പുറത്തൊക്കെ ഇങ്ങനെ അങ്ങ് സംസാരിച്ചാണെന്ന് പറഞ്ഞാലും, കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിഞ്ഞാന്നാണോ ഇന്നലെയാണോ ഇവൻ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ സംസാരിക്കുമ്പോഴൊക്കെ മുസ്ലിം വർഗീയത ആ ഒരു മുസ്ലിം തീവ്രവാദികൾ വർഗീയത അങ്ങോട്ട് അഴിച്ചു വിടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിന്ന്. ഏതൊരു ചാനലിനോട് സംസാരിച്ചാലും ഇവൻ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ഇതിലാണ്. സ്ഥലപ്രശ്നം അവിടെ മുസ്ലിങ്ങളുടെയാണ്, അവർക്ക് നമ്മളെ ഇഷ്ടമല്ല, അവരാണ് ഇവിടെ വന്ന് പ്രശ്നം. ഇത് തന്നെയായിരുന്നു ഇവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു, ഇത് മിക്കവാറും കറങ്ങി തിരിഞ്ഞ് പണി വരും. ഇപ്പൊ എന്താണെങ്കിലും പണി വന്നിരിക്കുകയാണ്. കേസ് കൊടുത്തത് നന്നായി. ഞാൻ ഒരിക്കലും ആ കേസ് കൊടുത്ത ആളെ കുറ്റം പറയാനൊന്നും നിൽക്കുന്നില്ല. കാരണം ആർക്കാണെങ്കിലും പൊട്ടുവടെ. ഇപ്പൊ നാളെ വേറെ ഏതെങ്കിലും ഒരു മതത്തിലുള്ള, ഞാൻ ഒന്നും പറയുന്നില്ല, വേറെ ഏതെങ്കിലും ഒരു മതത്തിലുള്ള ആള് വന്നിട്ട് ഞാൻ ഒരു ഹിന്ദു ആണ്, എന്നെ പോലെ ഒരുപാട് ഹിന്ദുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, നമ്മളെ അല്ലെങ്കിൽ ഈ ഹിന്ദു മതത്തെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളെ തന്നെ ഒരാൾ വെറുതെ വന്നിട്ട് അങ്ങോട്ട് ഇങ്ങനിട്ട് കൊണ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുവോ? ഇല്ല, പൊട്ടും. അത്രേ ഉള്ളൂ. ഇതിപ്പോ അവർക്കും പൊട്ടും.
അതെല്ലാവർക്കും ഒന്ന് മനസ്സിലായാൽ കൊള്ളാം. അത് ലൈക്ക് എന്തിനു വേണ്ടി ഈവൻ നമ്മളെല്ലാവരും സംസാരിച്ചതാണ് പട്ടിവർഗീയത. അതായിരുന്നു. കാരണം അവന് വേറെ ഓപ്ഷൻ ഇല്ല, എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കണം, ഈ സമാധി പൊളിപ്പിക്കാതിരിക്കണം. മനസ്സിലായില്ലേ? അതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം. അവരുടെ വിശ്വാസ പ്രകാരം അത് പൊളിക്കരുത്, അത് പൊളിച്ചാൽ എന്തോ സംഭവിക്കും, അതായിരുന്നു. പക്ഷെ അതിന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഇന്ന് നടന്നത്. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് മിസ്റ്റേക്ക്. അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടറിനെ വിളിച്ച് അത് ചെയ്യാമായിരുന്നു. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല കേട്ടോ, ഹിന്ദു പണ്ഡിതന്മാർ വരെ പറയുന്നുണ്ട് ഈ ഒരു മക്കൾ ചെയ്തത് വെറും അവർക്ക് വിവരമില്ലായ്മ, മണ്ടത്തരം എന്ന് പറയുന്ന സ്വാമിമാര് വരെ ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം, ഇതൊന്ന് കണ്ടേ. ആശുപത്രി പരിസരം ഒരു ക്ഷേത്ര പരിസരത്ത് ചെല്ലുന്നതിന് സമാനമായ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. കുംഭമേളയിൽ പങ്കെടുത്ത സ്വാമിമാർ വരെ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലെ 2 സ്വാമിമാർ എന്നോടൊപ്പം ചേരുകയാണ്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലേ? തമിഴ്നാട്, കേരളം രണ്ടും ഇത് കഴിഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ കുംഭമേളയ്ക്ക് പോയിട്ട് അവിടെ വെച്ചാണ് ഇത് അറിഞ്ഞത്. ആദ്യത്തെ സ്നാനം കഴിഞ്ഞു, ഉടനെ തന്നെ കയറി. അങ്ങയുടെ പേര് സ്വാമി ശ്രീ 1008 മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി, സൂര്യവംശി. എന്ത് പേരാണ് എന്റെ സ്വാമി! 18 എന്നൊക്കെ, അതിന്റെ ഇടയ്ക്ക് 18. സ്വാമിക്ക് തന്നെ പേര് തെറ്റിപ്പോകുന്നു. ഈ സ്വാമിമാർക്കൊക്കെ പേര് കുറച്ചും കൂടെ ലഘു ആയിക്കൂടെ? എന്റെ പണ്ട് തൊട്ടുള്ള ഒരു സംശയം കേട്ടോ ഇത്. എന്തിനാണ് ഇത്ര വലിയ കട്ടിയുള്ള പേരുകളൊക്കെ ഇടുന്നതെന്ന്. സ്വാമിയുടെ പേര് സ്വാമിയുടെ ഇഷ്ടം, അതൊന്നുമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അങ്ങ് കുംഭമേള നിന്ന സ്വാമിമാര് വരെ ഇങ്ങി വന്നു വണ്ടിയും പിടിച്ച്. അവിടെ വരെ ഒന്നും അല്ല, ഇതങ്ങ് പോയി വാർത്ത. മനസ്സിലായില്ലേ? കേരളത്തിലെ നമ്മുടെ എന്താണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സ്വാമിയേ, ഇനി ഞാൻ ചേട്ടാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നാളെ കുറെ എണ്ണം എന്നെ കൊല്ലാൻ ഇറക്കും. അപ്പൊ ഗോപൻ സ്വാമിയുടെ ആ ഒരു വിഷയം അങ്ങ് വരെ എത്തി. അവിടെ നിന്നൊക്കെ ഇങ്ങനെ വണ്ടിയും പിടിച്ച് വരുമോ? ഒന്ന് ആലോചിച്ച് നിങ്ങൾ, ഇതെവിടെ വരെ എത്തിയെന്ന്. എവിടെയോ ഒരു വീടിന്റെ പുറകുഭാഗത്ത് ചെറിയ രീതിയിൽ സമാധി ഇരുന്ന ഒരു പാവപ്പെട്ട സ്വാമിയപ്പൂപ്പൻ. ആ സ്വാമിയപ്പൂപ്പൻ ഇപ്പൊ അങ്ങ് നിൽക്കുന്നത് അമേരിക്കയല്ല. ഒന്ന് ആലോചിച്ച്. ബാക്കി ഇവിടേക്ക് എത്താനിടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? അതൊന്നും അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സ്വാമിയെങ്കിലും വരണം. അവരെല്ലാവരും കൊല്ലത്തുനിന്ന് മറ്റുള്ളവരൊക്കെ പോവാണ്. 20 സ്വാമിമാരിന്ന് പോയി വിടുന്നു. അതുകൊണ്ട് സ്വാമിയെങ്കിലും എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷമേ പോവുള്ളൂ? തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അത് എല്ലാം ഭഗവാന്റെ നിയോഗമല്ലേ. സ്വാമി, എന്റെ ഒരു സംശയമാണ് സ്വാമിമാരുടെയിലൊക്കെ മൊബൈലൊക്കെ കാണുമോ സ്വാമി? അല്ല, ആദ്യമേ സ്വാമി പറഞ്ഞു ഈ സാധനം അറിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങി പോകുന്നത്. പിന്നെ പറയുന്നു സ്വാമി ആരോ വിളിച്ചു പറഞ്ഞു, അപ്പൊ സ്വാമി ഇങ്ങി പോകുന്നത്. അല്ല, നിങ്ങൾക്ക് ഫോണൊക്കെ ഉപയോഗിക്കുമോ നിങ്ങളൊക്കെ? എന്റെ സംശയം കേട്ടോ, ഞാൻ ഒരിക്കലും ഒരാളെയും കളിയാക്കുന്നതല്ല. അങ്ങനെ ഇനി ആർക്കെങ്കിലും എന്റെ ഒരു റിയാക്ഷനിൽ നിന്നോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഐ എം സോറി, ഞാൻ അങ്ങനെ കളിയാക്കിയതല്ല. എന്റെ ഒരു ഡൗട്ടാണ്, സ്വാമിമാർക്കൊക്കെ അങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല, എന്റെ സംശയം അതൊക്കെ. ബാക്കി അല്ലാതെ നമ്മളാരും വിചാരിച്ചാലൊന്നും അതുപോലെ ഓടിയെത്താനും കഴിയില്ല. എല്ലാം ഈശ്വര നിയോഗത്താൽ വരുന്നതാണ്. സ്വാമി എവിടെ നിന്നാണ്? ഞാൻ ഗുജറാത്തിൽ നിന്നാണ്. ഇപ്പൊ നിൽക്കുന്നത് മരങ്ങാലി കാശിലിംഗം ഗുരുസമാധി ധർമ്മവടത്തിലാണ്. സനൽജി വിശ്വന്ത പരിഷത്ത് പ്രസിഡന്റിന്റെ സഹായത്താൽ അവിടെ കഴിയണു. അങ്ങയുടെ പേര്? എന്റെ പേര് വാസുദേവാനന്ദപുരി. ഇവിടേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം? ഇതിന്റെ ആരംഭം മുതലേ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് പല ശ്രമം നടന്നു, സനാതനെതിരായിട്ട്. സനാതനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് വടക്കേ ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇപ്പം എൻ്റെ ഗുരു സമ്പ്രദായം ഞങ്ങൾ സനാതന കൂടുതൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങളിലും ഇങ്ങേർക്ക് വേണ്ട സഹായം വിശ്വ പരിഷത്തിൻ്റെ പ്രസിഡന്റും മഠാധിപതിയായ സനൽജിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ ആ സങ്കല്പപരമായ പരമ്പരാഗതമായിട്ട് നമ്മുടെ സന്യാസിമാർക്കും സാധുക്കൾക്കും അതുപോലെ തന്നെ മഠാധിപന്മാർക്കും അവർ വിശ്വസിച്ച ആത്മഗുണമാണിത്. അങ്ങേരുടെ ആഗ്രഹപ്രകാരം മക്കൾക്ക് ഇത്തിരി അറിവ് കുറഞ്ഞു പോയി. അത് എന്നാലും അവർ സമാധി ഇരുത്തിയല്ലോ. ആണെങ്കിലും ഒരു സമാധി ഇരുത്തി, നല്ല കാര്യം. പക്ഷെ മക്കൾക്ക് ഇച്ചിരി അറിവ് കുറഞ്ഞു പോയി. ഞാനല്ല പറയുന്നത്, ഇവിടെ മതപണ്ഡിതന്മാര് വരെ, മതപണ്ഡിതനും സന്യാസിമാര് വരെ പറയുന്നതാണ്. മതപണ്ഡിതനും ആയിരിക്കുമല്ലോ. അപ്പൊ എന്താണെങ്കിലും ഒരു സന്യാസി വരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മറ്റേ എന്താണ് നമ്മുടെ കുംഭമേള നടക്കുന്ന അവിടെ നിന്ന് പോന്ന് ഇവിടെ വന്ന് വണ്ടി പിടിച്ച് ഇവിടെ വന്നിട്ട് മക്കൾക്കിട്ട താങ്ങ്. ഒന്ന് ആലോചിച്ചേ.
അവന്മാർക്ക് അറിവില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ആ മൂത്ത മകൻ സനന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, പുള്ളിക്കെതിരെയാണ് ഇപ്പൊ കേസും വന്നിരിക്കുന്നത്. പുള്ളിക്കൊരു അറിവില്ലായ്മ അത് തന്നെ ആയിരിക്കാം, മനസ്സിലായില്ല, അറിവില്ലായ്മ. പിന്നെ മാധ്യമങ്ങളെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് അവരുടെ ഫ്രണ്ട് എന്ത് പറയണോന്നറിയാതെ മറ്റേ കണ്ണും തള്ളി നിന്ന് എന്തൊക്കെയോ നാക്കിത്താളം അടിച്ച് ലാസ്റ്റ് പണി മേടിച്ച ഒരു പാവമായിരിക്കാം, ഒരു പാവ മകനായിരിക്കാം ചിലപ്പോൾ. കാരണം അച്ഛന്റെ ആഗ്രഹത്തിന് കൂട്ടുനിന്ന രണ്ട് മക്കൾ തന്നെ ആയിരിക്കാം അവരെ ഞാൻ അതിനകത്ത് ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. അച്ഛന്റെ ആഗ്രഹത്തിന് നിന്ന രണ്ട് മക്കളായിരിക്കാം. പക്ഷെ കുറച്ച് അറിവും കൂടെ വേണ്ടതായിരുന്നു അവര്. പ്രത്യേകിച്ച് അവര് താമസിക്കുന്നത് മറ്റേ എന്താണ് ചന്ദ്രനിലൊന്നും അല്ല, ഇവിടെ ഭൂമിയിൽ, ഇന്ത്യയിൽ, കേരളത്തിലാണ്. ഇവിടെ കുറച്ച് നീതി ന്യായ വ്യവസ്ഥയൊക്കെ ഒന്ന് നോക്കിയാലൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ആ അവസ്ഥയാടെ എല്ലാ രീതി കൊണ്ടും. അല്ലെങ്കിൽ പിന്നെ വല്ല കാട്ടിലും പോയി ജീവിച്ച് ആരും അറിയാതെ മറ്റേ റേഷൻ കാർഡും പാൻ കാർഡും ആധാർ കാർഡും ഒന്നും ഇല്ലാതെ സുഖമായി ജീവിക്കുന്നവർക്ക് നിങ്ങൾ സമാധിയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അതല്ലാതെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ അരിയൊക്കെ മേടിച്ച് കഴിക്കുന്നവര് എന്താണെങ്കിലും മരിക്കുമ്പോഴത്തേക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്തേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും അപ്പൂപ്പന്മാർക്ക് സമാധി ആവണം, നിങ്ങൾ സ്വാമിമാരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് മക്കൾക്കൊന്നും എട്ടിന്റെ പണിയും കൊടുത്തിട്ട് സമാധി ആവരുത്. നിങ്ങൾ സമാധി ആയിക്കോളൂ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ സമാധി ആയിക്കോളൂ. പക്ഷെ ഒരു ഡോക്ടറിനെ വിളിച്ച് അറ്റ്ലീസ്റ്റ് ഒന്ന് സർട്ടിഫൈ ചെയ്യുക, മരണ സർട്ടിഫിക്കറ്റ് ഒന്ന് എടുക്കുക. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇപ്പൊ നടന്നതുപോലെ കണ്ടില്ലേ, ഇപ്പൊ ഒരുപാട് പേർക്ക് അതിന്റെ ഇടയ്ക്ക് വർഗീയത കുത്തിക്കയറ്റുന്നു. ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പോലീസുകാരുടെ അവരുടെ ഒരു അവസ്ഥ. സോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടാക്കാതെ സമാധാനമായി സമാധി അണയാൻ പ്രാർത്ഥിക്കുന്ന ഒരുപാട് അപ്പന്മാര് കാണും. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം എനിക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിലും പറയുക.